പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്വരാജ് കോഴിമല റോഡിൻ്റെ സമീപത്തുള്ള ദൃശ്യമാണ് ഇവിടെ കണ്ടത്. അതായത് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ വൈദ്യുതി വകുപ്പിൻ്റെ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുകയാണ്. ഈ ട്രാൻസ്ഫോമറിന് സുരക്ഷാ വേലി തീർത്തിരിക്കുന്നതിൻ്റെ ഒരു നിരുത്തരവാദപരമായ ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടത്. കാരണം ഈ 5 കിലോമീറ്റർ ദൂരം പറയുന്ന ഈ റോഡിൽ 4 മീറ്റർ വീതിയും റോഡിൻ്റെ ടാറിങ് 4 മീറ്ററും അതോടൊപ്പം വശത്തേക്ക് 60 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ ഗാരേജ് വേയുമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ പറയുന്നത്. എന്നാൽ ഇവിടെ ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഈ സംരക്ഷണ വേലി എന്ന് പറയുന്നത് ഈ 4 മീറ്റർ ടാറിങ്ങിൽ നിന്നും ഏതാണ്ട് ഒരു 30 സെൻറ്റിമീറ്റർ 4 മീറ്റർ ടാറിങ് പൂർത്തിയാകുന്നിടത്ത് നിന്ന് 30 സെൻറ്റിമീറ്റർ അപ്പുറത്താണ് ഈ സംരക്ഷണ വേലി തീർത്തു വച്ചിരിക്കുന്നത്. എന്നാൽ ഈ സംരക്ഷണ വേലി അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം അവിടെ ഉണ്ട് എങ്കിൽ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഇവിടെ ഈ നാട്ടുകാരോട് ഒരു പുച്ഛ മനോഭാവത്തോടു കൂടിയുള്ളൊരു സമീപനമാണ് നടത്തിയിരിക്കുന്നത്. കാരണം ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് 2 വലിയ വാഹനങ്ങൾ ഇതിലെ വന്ന് ഒരു വലിയ വാഹനം വന്നാൽ 4 മീറ്റർ വീതിയുള്ള റോഡിൽ 4 മീറ്റർ വീതിയും അതോടൊപ്പം 60 സെൻറ്റിമീറ്റർ ഗാരേജ് വേയുമുള്ള റോഡിൽ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ഈ സംരക്ഷണ വേലിയുടെ ഒരു വശം സ്ഥിതി ചെയ്യുന്നിടത്ത് 3 മീറ്റർ 60 സെൻറ്റിമീറ്റർ റോഡേ ഉള്ളൂ. ബാക്കി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഈ സംരക്ഷണ വേലിയാണ്. എന്നാൽ ഈ സംരക്ഷണ വേലി 1 മീറ്ററോ 1.5 മീറ്ററോ അതിലധികമോ അകത്തേക്ക് കയറ്റി സ്ഥാപിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട്. എന്നാൽ അത് വിനിയോഗിക്കാതെ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി വകുപ്പിൻ്റെ ചില നിരുത്തരവാദപരമായ സമീപനമാണ് നമ്മളിപ്പോൾ ഈ രംഗത്ത് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് വൈദ്യുതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇത് വകുപ്പ് തല പ്രശ്നങ്ങൾ ഉള്ളതിനാൽ KSEBയുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ KSEBയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പരാതികൾ കൊടുത്ത് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ചില ജീവനക്കാരുടെയും തികച്ചും നിരുത്തരവാദപരമായ സമീപനമാണ് ഇത്തരം നടപടികളിൽ നമ്മൾ കാണേണ്ടത്. കാരണം ഈ റോഡെന്ന് പറയുന്നത് 4 മീറ്റർ ഗതാഗതം വളരെ ദുഷ്കരമായ ഒരു മേഖലയായിരുന്നു. ഇത് കാലാകാലങ്ങൾക്ക് മുമ്പ് തൊട്ട് വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച ജനതയാണ്, കർഷകരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന ഒരു സ്ഥലമാണ് കോവിൽമല എന്ന് പറയുന്നത്. ഈ കോവിൽമലയിലേക്ക് ഈ ടാറിങ് സൗകര്യം ഏർപ്പെടുത്തി കാലാകാലങ്ങളിൽ നാട്ടുകാരുടെ ശ്രമഫലമായും പല പരാതികളും പല നിവേദനങ്ങളും പല മന്ത്രിമാർക്കും പല വകുപ്പ് ഉദ്യോഗസ്ഥർക്കും കൊടുത്ത് ഇവിടെ സ്ഥാപിച്ചെടുത്ത് സഞ്ചാര സ്വാതന്ത്ര്യം നമ്മൾ അവകാശമായി വാങ്ങിയെടുത്തതിന് ശേഷം വീണ്ടും ആളുകളുടെ ആ അവകാശത്തെ കവർന്നെടുക്കുന്ന രീതിയിൽ കേരള സ്റ്റേറ്റ് വൈദ്യുതി വകുപ്പ് ഇങ്ങനെയൊരു നടപടി, ഇങ്ങനെയൊരു സമീപനം ഇത് ശ്രദ്ധിക്കണം. കോവിൽമല എന്ന് പറയുന്ന ഈ പിന്നോക്ക ഗ്രാമത്തിലായതുകൊണ്ട് ഇത് അനുവദിക്കപ്പെട്ടു. ഇത് ആരും കണ്ടില്ല, ആരും പ്രതികരിച്ചില്ല, അതുകൊണ്ട് ഇതിങ്ങനെ ഇവിടെ സ്ഥിതി ചെയ്തു. അതേസമയം അതിനോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് ഏതെങ്കിലും ജനനിബിഡമായ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയൊരു സംരക്ഷണ വേലി കേരള സ്റ്റേറ്റ് വൈദ്യുതി ബോർഡ് സ്ഥാപിച്ചു വെച്ചിരുന്നുവെങ്കിൽ 24 മണിക്കൂർ സമയം പോലും അതവിടെ നിൽക്കാൻ അവർ അനുവദിക്കില്ലായിരുന്നു, നാട്ടുകാർ അനുവദിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയിൽ വന്നിട്ട് എന്തും ചെയ്യാം, അവരുടെ ഗതാഗതം തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം കവർന്നെടുക്കാം. ഇങ്ങനെയുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടി KSEB ഉദ്യോഗസ്ഥർ കാണിച്ചിരിക്കുന്ന ഒരു അന്യായമാണ് നിങ്ങളിവിടെ ഈ ചിത്രത്തിൽ കാണുന്നത്. കാരണം വെറും 30 സെൻറ്റിമീറ്റർ മാത്രമാണ് ഈ സംരക്ഷണ വേലി ഈ ടാറിങ് റോഡിൽ നിന്നും വെറും 30 സെൻറ്റിമീറ്റർ മാറി മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു വാഹനം വന്ന് ഇടിച്ചു കയറിയാൽ ഏത് നിമിഷവും ഒരു അപകടം ഉണ്ടാകാം. ഒരു 2 വീലർ യാത്രക്കാരനോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഇനി ഒരു മനുഷ്യരാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഈ സംരക്ഷണ വേലിയോട് ചേർന്ന് ഞാനിവിടെ നിൽക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ വാഹനം വന്നാൽ ഒരു പക്ഷേ ഞാൻ തന്നെ അപകടത്തിൽപ്പെടും. ഒരു മനുഷ്യന് നിന്ന് കാൽനട യാത്രക്കാരന് കടന്നു പോകാൻ പോലും സാധിക്കാത്ത വിധം സംരക്ഷണ വേലി ഇവിടെ കൊണ്ട് തീർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആവശ്യം പോലെ അങ്ങോട്ട് അകത്തേക്ക് സ്ഥലമുണ്ട്, 1 മീറ്ററോ അതിലധികമോ അകത്തേക്ക് കയറ്റി സ്ഥാപിക്കാൻ ഇടയുണ്ടായിട്ട് പോലും ആ നടപടി നീതിപൂർവ്വം നടപ്പിലാക്കാതെ കണ്ട് ജനങ്ങളോടുള്ള വെല്ലുവിളി മാത്രം നടത്തിക്കൊണ്ട് KSEB ബോർഡ് ഈ കൃത്യം ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഇത് സംരക്ഷണ വേലി എന്ന് പറയുന്നതിനേക്കാളപ്പുറം ഇത് അപകട വേലി എന്ന് പറയുന്നതായിരിക്കും ഇതിന് ഉചിതമായ പേര്. KSEBയുടെ ഈ അനാവശ്യ നടപടിക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ പരാതികളും മറ്റിതര നടപടികളുമായിട്ട് KSEB ബോർഡിനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും സമീപിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് പറയുവാനുള്ളത്.